Hello my dears, welcome back to my channel. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫ് ആയിട്ടും ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാനൊരു ഹെയർ കട്ട് വ്ളോഗ് ഇട്ട സമയത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് ഹെയറിൽ ചെയ്തോ അല്ലെങ്കിൽ ഞാൻ എന്താണ് ഹെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആവുമല്ലോ. അപ്പൊ ഞാൻ ഹെയറിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും പിന്നെ ഞാൻ ഹെയറിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒട്ടും താമസിക്കാത്ത വീഡിയോയിലേക്ക് പോകാലോ. ആദ്യം തന്നെ ഞാൻ പറയാം, ഞാൻ എൻ്റെ മുടിയിൽ യാതൊരു വിധത്തിലുള്ള ട്രീറ്റ്മെന്റ്സും ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ എൻ്റെ മുടി ഞാൻ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഹെയറിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ കിടക്കുന്നത്. കെരാട്ടിനോ സ്മൂത്തനിങ്ങോ അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കണ്ടോ, ഇങ്ങനെയാണ് എൻ്റെ മുടിയുടെ ഒരു ടെക്സ്ചർ കേട്ടോ. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇരിക്കുമ്പോഴും സ്ട്രൈറ്റനിങ്ങോ അല്ലെങ്കിൽ ബ്ലോ ഡ്രൈയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആ ഒരു ഒറിജിനൽ എൻ്റെ മുടിയുടെ ഒരു ടെക്സ്ചർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്നും ചെയ്യാണ്ട് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ എൻ്റെ മുടി ഉണ്ടാവാറ്. ഇനിയിപ്പോൾ സ്ട്രെയിറ്റോ ബ്ലോ ഡ്രൈയോ ഒക്കെ ചെയ്താൽ കുറച്ചും കൂടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ നേരത്തെ എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ നേരത്തെ ഒരു ഫോട്ടോ ഞാനിവിടെ സൈഡിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഹെയറിൻ്റെ ഒരു ടെക്സ്ചർ നേരത്തെ എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത്. ആ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മുടി ആദ്യം ഭയങ്കര ഡ്രൈയും ഭയങ്കര ഫ്രിസിയും ആയിരുന്നു. അതുപോലെ തന്നെ നല്ല ഡാൻഡ്രഫും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് കുറച്ച് വ്യത്യാസം വന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. നിങ്ങളത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് കുഴപ്പമില്ല, നിങ്ങളുടെ ഹെയറിനും സ്കാൽപ്പിനും അതൊന്നും ഒരു ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യാവുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു സ്കാൽപ്പിനും ഹെയറിനും സ്യൂട്ടബിൾ ആവുന്ന പ്രൊഡക്ട്സ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്നത്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം ഇതിനെ കൺസിഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുളിക്കുന്നത്, അതായത് തല കുളിക്കുന്നത് കേട്ടോ, ആഴ്ചയിൽ ഒരു ദിവസമാക്കി മാറ്റി. കാരണം ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കാൽഷ്യം കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ തല കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ നന്നായിട്ട് ഡ്രൈ ആകുകയും ചെയ്യും. അതുപോലെ തന്നെ തലയിൽ താരൻ പോലെ ഒരു ഡെപ്പോസിറ്റ് വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് മുടി നന്നായിട്ട് കൊഴിയും, പിന്നെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈയും ഫ്രിസിയും ഒക്കെ ആവും. അപ്പൊ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാക്കി തല വാഷ് ചെയ്യുന്നത്. അപ്പൊ തന്നെ എൻ്റെ മുടിക്ക് നല്ല വ്യത്യാസം വന്നു കേട്ടോ. കാരണം എല്ലാ ദിവസവും കുളിച്ചോണ്ടിരുന്നപ്പോഴും തല കുളിച്ചോണ്ടിരുന്നപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം തല കുളിക്കുമ്പോഴും തമ്മിൽ ഹെയറിന് നല്ലൊരു ടെക്സ്ചറിലൊക്കെ വ്യത്യാസം വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ആദ്യം ചെയ്തത് ഹെയർ വാഷ് ചെയ്യുന്നത് വീക്കിലി വൺസ് ആക്കി മാറ്റി. അപ്പോൾ ഞാൻ വീക്കിലി വൺസ് ആണ് ഹെയറിൽ ഓയിലും അപ്ലൈ ചെയ്യുന്നത്. ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് പാൻറ്റീൻ്റെ പ്രോ വി മിറാക്കിൾസിന്റെ ഒരു ഹെയർ മാസ്ക് ആണ്. അതിൽ ബാംബു ആൻഡ് ബയോട്ടിൻ ആണ് കണ്ടന്റ് ആയിട്ട് വരുന്നത്. ഇത് മുടിക്ക് നല്ല അടിപൊളിയുള്ള ഒരു ടെക്സ്ചർ നൽകുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെയർ മാസ്ക് ആണ് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം, ഇതാണ് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഹെയറിൽ യൂസ് ചെയ്യുന്ന മാസ്ക്. ഇത് ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ്. ഈ ഒരു മാസ്കിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബയോട്ടിനും ബാംബു ആണ്. ബയോട്ടിൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് നമ്മുടെ ഹെയറിലെ കെരാറ്റിൻ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് ബാംബുവും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ഉള്ള ഇൻഗ്രീഡിയന്റ് ആണ്. നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ ബാംബു എക്സ്ട്രാക്റ്റിന് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഹെയർ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിനെ സോഫ്റ്റ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയന്റ് ആണ് ബാംബു. അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആകുകയും ചെയ്യും, നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇംപ്രൂവ് ആകുകയും ചെയ്യും. അതിനുശേഷം ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു എന്ന് പറഞ്ഞത് ഹെഡ്.All സുപ്രീം മോയ്സ്ചർ എന്ന് പറയുന്ന ഒരു ഷാമ്പു ആണ്. അതിന്റെ തന്നെ കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഇതാണ് ആ ഷാമ്പു. ഇനി ഇത് അതിന്റെ കണ്ടീഷണറാണ്. ഹെഡ്.All ഈ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു എന്ന് പറയുന്നത് ഒരു അടിപൊളി ഡാൻഡ്രഫിന്
മാറ്റാൻ പറ്റുന്ന ഒരു ഷാമ്പു ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലും അർഗൻ ഓയിലും ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, കോക്കനട്ട് ഓയിലൊക്കെ നമ്മുടെ മുടിക്ക് നല്ല നറിഷ്മെന്റ് തരുന്ന ഓയിലാണ്. അതുപോലെ തന്നെ നന്നായിട്ട് മോയ്സ്ചർ കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഓയിലാണ്. അതുപോലെ തന്നെയാണ് അർഗൻ ഓയിലും. നമ്മുടെ മുടിയെ നല്ല നറിഷ്ഡ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓയിൽസ് ആണ് അർഗൻ ഓയിലും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ. നമ്മുടെ മുടിയെ നല്ല ഒരു മോയ്സ്ചർ ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓയിൽസ് ആണ് കോക്കനട്ട് ഓയിലും അർഗൻ ഓയിലും. അതുകൊണ്ടാണ് ഈ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഡാൻഡ്രഫ് നല്ല അടിപൊളിയായിട്ട് മാറും കേട്ടോ. എനിക്ക് ഈ ഷാമ്പു യൂസ് ചെയ്തതിന് ശേഷമാണ് ഡാൻഡ്രഫ് ഫുൾ കംപ്ലീറ്റ് മാറി കിട്ടിയത്. നമ്മൾ ഈ ഷാമ്പു യൂസ് ചെയ്യുമ്പോഴത്തേക്കും മുടി നല്ല സോഫ്റ്റ് ആവും, അതുപോലെ തന്നെ സിൽക്കി ആവും. ഇപ്പോൾ ഞാൻ ഈ ഷാമ്പു യൂസ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ മുടി ഇങ്ങനെ ഒന്ന് സ്മൂത്ത് ആവാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു മുടിയുടെ ടെക്സ്ചറിൽ വ്യത്യാസം വരും കേട്ടോ. ഇനി ഇത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാമ്പു ഒന്നും അല്ല. അപ്പൊ ഞാൻ ഹെയർ ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം ഹെയർ ഡ്രൈ ആയതിനു ശേഷം ഒരു സിറം ആണ് യൂസ് ചെയ്യുന്നത്. അത് ആന്റിന്റെ പ്രോ വീട് തന്നെ കെരാറ്റിൻ പ്രൊട്ടക്ട് ഓയിൽ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഒരു സിറം എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി നമുക്ക് ആ കെരാറ്റിൻ ചെയ്ത ഒരു ഹെയർ ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഒരു എഫക്റ്റ് നമ്മുടെ ഹെയറിന് തരുന്ന ഒരു സിറമാണ് കേട്ടോ. ഒരു അടിപൊളി സിറമാണ്. നമ്മുടെ ഹെയറിലെ ഡാമേജസ് ഒക്കെ മാറ്റി നന്നായിട്ട് നറിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ് പാന്റിന്റെ ഈ കെരാറ്റിൻ പ്രൊട്ടക്റ്റോ. അപ്പൊ ഞാൻ വീക്ക്ലി വൺസ് ആണല്ലോ ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഹെയർ വേറൊരു ഇതിലേക്ക് പോവില്ല, ഇത്രയും ദിവസം ഹെയർ വാഷ് ചെയ്യാണ്ടിരിക്കുമ്പോഴത്തേക്കും എന്ന് വിചാരിക്കും. പുറത്തേക്ക് എവിടെയെങ്കിലും ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രൈ ഷാമ്പു ഹെയറിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അത് പ്രത്യേകിച്ച് തല വാഷ് ചെയ്യൊന്നും വേണ്ട, വെറുതെ ഒരു സ്പ്രേ പോലെയാണ്. നമ്മൾ ജസ്റ്റ് ഹെയറിലൊന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തലമുടി വാഷ് ചെയ്ത പോലത്തെ തന്നെ ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇതാണ് ഡ്രൈ ഷാമ്പു കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പുറത്തേക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ മുടി ഒന്ന് സെറ്റ് ചെയ്യാറ്. പിന്നെ ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ലീ സ്റ്റഫോർഡിന്റെ ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റിംഗ് സ്കാൽപ് സിറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് കുറച്ച് ഒരാഴ്ചയൊക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു അടിപൊളി സിറാണെന്നാണ് കേട്ടോ കേട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്തായാലും ഇതൊന്ന് യൂസ് ചെയ്തതിന് ശേഷം ഇതിന്റെ ഒരു റിവ്യൂ ആയിട്ട് പറയും. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സിറാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഇതാണ് കേട്ടോ സിറം. ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. യൂസ് ചെയ്തതിന് ശേഷം ഇതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഇതിന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഹെയറിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിൻ ആയിട്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹെയർ വാഷ് വീക്ക്ലി വൺസ് ആക്കിയപ്പോൾ തന്നെ മുടിക്ക് നല്ല വ്യത്യാസം വന്നു. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പ്രൊഡക്ട്സ് ഒക്കെയാണ് ഞാൻ മെയിനായിട്ട് എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ ഞാൻ ഹോം റെമഡീസും ഹെയറിൽ ഒരുപാട് ട്രൈ ചെയ്യാറുണ്ട്. ഹെയർ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ മാസ്കിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. നേരത്തെ എൻ്റെ മുടി ഭയങ്കര ഫ്രിസിയും ഡ്രൈയും ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുടി നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല സിൽക്കിയും സ്ട്രെയിറ്റും ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ എപ്പോഴും ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്, ഇത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് സ്യൂട്ടബിൾ ആവുന്ന പ്രൊഡക്ട്സ് ആയിരിക്കില്ല നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സ്കാൽപ്പിനോ ഹെയറിനോ ഇഷ്യൂസ് ഒന്നും ഇല്ല, ഇറിറ്റേഷൻസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇത് കണ്ടിന്യൂ ചെയ്യുക. എല്ലാവർക്കും എല്ലാ പ്രൊഡക്ട്സും സ്യൂട്ടബിൾ ആയിക്കോണമെന്നില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യുക. കാരണം എനിക്ക് സ്യൂട്ടബിൾ ആവുന്ന പ്രൊഡക്ട്സ് ആയിരിക്കില്ല നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ഇവിടുത്തെ ഓൺ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പോൾ ഇതിന്റെ ലിങ്ക് ആമസോണിലോ വല്ലതും അവൈലബിൾ ആണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ ഇനിയും അടുത്തൊരു വീഡിയോയിലൂടെ വേഗം തന്നെ കാണാം. അതുവരെ ടാറ്റാ.